വളരെ വേദനിപ്പിക്കുന്ന ഒരു വിവരം പുറത്തേക്ക് വരുന്നു. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മൂല്യച്യുതികളിൽ ഒന്നുകൂടെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയുടെ കാര്യം നമ്മൾ കണ്ടു. വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു അത്. ഒരുപാട് പേര് ഈ ബലാത്സംഗം അതൊക്കെ അതുപോലെ തന്നെ ഗാങ് റേപ്പ് ഒക്കെ അതിന് വിധേയാക്കിയതാണ് ആ പെൺകുട്ടിയെ. അതിൻ്റെ ജീവിതത്തിൽ നിന്നും ആ വേദനകളോ ഒന്നും ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. അത് ജോലിയൊക്കെ അതിന് കിട്ടിയെങ്കിൽ പോലും അതിനെ ആ കണ്ണോടുകൂടി കാണുന്ന ആളുകളായിരിക്കും സമൂഹത്തിൽ വീണ്ടും ഉള്ളത്. അതേപോലെ ഒരുപാടെണ്ണം നമ്മൾ കണ്ടതാണ്. ഈ ഗ്യാങ് റേപ്പുകളുള്ള ഒരുപാട് പേര് ഈ ബലാത്സംഗത്തിന് പീഡിപ്പിക്കാൻ പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ശ്രേണിയിൽ നടന്ന പുതിയതായിട്ടൊന്നുകൂടെ നമ്മുടെ കായിക രംഗം എന്ന് പറയുന്നത് ഈ രീതിയിൽ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ണ് തുറന്ന് കാണണം. ഇതിലൊക്കെ ഈ ഏർപ്പെടുന്നവന്മാരെന്ന് പറയുന്ന വലിയ പിടിപാടുള്ളവന്മാരാണ്. ഈ അടുത്ത സമയത്ത് ഒരു വലിയ ആരോപണം പൊന്തി വന്നല്ലോ, ഇവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ ഒരുത്തനെ ഒരു കോച്ചെന്നും പറഞ്ഞങ്ങ് നടക്കുകയാണ് അവൻ, കേട്ടോ. അവനെ സംരക്ഷിക്കാൻ അതിനകത്ത് കുറേ എണ്ണവും അത് കേസൊക്കെ ആയി. ഞാനും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ആവുമെന്ന്. ഇപ്പം എവിടെയത്? അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അതൊക്കെ മുക്കി. കാരണം ഇവൻ്റെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട്. പണത്തിൻ്റെ പുറകെ പോകുമ്പോൾ പിന്നെ പോലീസ് കേസൊന്നും കാണത്തില്ല, അന്വേഷണം അവിടെ അങ്ങ് വഴിമുട്ടും. പണമാണ് അതിനകത്തൊക്കെയുള്ള കാര്യം. ഇപ്പം നമ്മൾ കണ്ടത് പത്തനംതിട്ട ജില്ലയിൽ ഒരു പെൺകുട്ടി, ഒരു കായിക താരമാണ്. ആ പെൺകുട്ടി അതിനിപ്പോൾ 18 വയസ്സേ ആയുള്ളൂ. അതിനെ 13 വയസ്സ് മുതൽ, അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരം അത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി അതിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ആളുകളുടെ വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അച്ഛൻ്റെ ഫോണാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൊബൈൽ ഫോണിൽ അതിൻ്റെ എവിഡൻസ് ഉണ്ട്. 62 പേര് അതിനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. പീഡിപ്പിച്ചു 62 പേര് ഈ 18 വയസ്സിനകത്ത്. അതായത് 13 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. അതായത് കോച്ചുമാർ എന്ന് പറഞ്ഞ് കുറേ എണ്ണം ഇറങ്ങും. അവനെല്ലാം കോച്ച്, ഞരമ്പ് രോഗികൾ പലതും. ഈ കോച്ചുമാരെന്ന് പറയുന്ന ഒരുപാടെണ്ണം ഞരമ്പ് രോഗികൾ. ഈ ഞരമ്പ് രോഗികളെ കണ്ടുപിടിച്ച അവന്മാർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന് കോച്ചിങ് കൊടുക്കണ്ട എന്ന് വിചാരിച്ചാൽ പോരെ. ഈ പെൺകുഞ്ഞുങ്ങളെ ഇങ്ങനെ തള്ളിവിടണോ ഇതിനകത്ത്? മാത്രമല്ല, ഈ ഇവൻ്റെയൊക്കെ സ്വഭാവം ഈ കുട്ടിയെടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കില്ലേ? അവരും മനസ്സിലാക്കണ്ടേ? ഇതിപ്പോൾ അവസാനം അത് ഒരു കൗൺസിലിങ്ങിന് അതിനെ വിധേയമാക്കി. CWCയിൽ ഒരു പരാതി വന്നു, അതിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇത് മാനസികമായിട്ട് തകർന്നു പോകും ഈ പെൺകുട്ടികൾ. കാരണം ഇത്രത്തോളം വലിയ ദുരുപയോഗമല്ലേ. കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരം 62 പേരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. സഹപാഠികൾ, കോച്ചുമാർ, കേട്ടോ, ഇതുപോലുള്ളത് സമൂഹത്തിലുള്ള കുറേ എണ്ണം ഇതുപോലുള്ള ഞരമ്പ് രോഗികളുണ്ട്. ഇവനൊക്കെ എന്ത് ചെയ്താൽ പറ്റും? യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നമ്മൾ പറയേണ്ടത് ഇവനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന പോലെ 1-2 രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ യഥാർത്ഥത്തിൽ വന്ധ്യംകരണം നടത്തി വിടണം. കാരണം വന്ധ്യംകരണം നടത്തിയപ്പോൾ അവിടെയൊക്കെ കുറഞ്ഞെന്ന് 2 രാജ്യങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്. അവിടെ ഇത് കുറവുണ്ടെന്നാണ്. ഈ ബലാത്സംഗ കുറ്റങ്ങൾ വളരെ കുറഞ്ഞു എന്നുള്ളതാണ് ആ പറയുന്നത്. ഇങ്ങനെ പിടിക്കുന്നവനെയൊക്കെ ഇതാ ചെയ്യേണ്ടത്. ശിക്ഷ മാത്രം പോരാ, ഇതും കൂടെ വേണം. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കാലം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ ധാരാളം എണ്ണം ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിക്ക് 62 പേര്, അതിൽ 40 പേരുടെ ശരിയായ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇന്നലെ 5 എണ്ണത്തിനെ അതിൽ നിന്ന് തൂക്കിയെടുത്തു. ഇന്ന് ഏതാണ്ട് ഒരു 10 എണ്ണത്തിനെ കൂടെ കസ്റ്റഡിയിലുണ്ടെന്ന് കാണുന്നു. അങ്ങനെ 15 പേര് യഥാർത്ഥത്തിൽ ആയി. ഇന്നലെ 5 പേരെ എടുത്തത് ഗ്യാങ് റേപ്പാണ്, കൂട്ടബലാത്സംഗമാണ്. ആ ഗ്യാങ് റേപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ വേറൊരാളും കൂടെ ആ മുറിയിലുണ്ടെങ്കിൽ അതിന് ഗ്യാങ് റേപ്പ് ഒന്നും മതി. അയാൾ ഒന്നിച്ചൊന്നും ചെയ്യണ്ട, അവൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടല്ലോ, അവൻ ആ മുറിയിലുണ്ട്, ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്യാങ് റേപ്പാണ്. അപ്പോൾ അതേപോലുള്ള ഗ്യാങ് റേപ്പുകൾ ധാരാളമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇന്നലെ 5 എണ്ണം ഗ്യാങ് റേപ്പിന് മാത്രമാണ് ഇന്നലെ അറസ്റ്റിലായത്. അതിന് വലിയ ശിക്ഷയുമാണ് ഗ്യാങ് റേപ്പിന്, ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കിട്ടുന്നതാണ്. അതെ, അങ്ങനെ അത് കിട്ടും. ഇപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ അധപ്പതിച്ചു പോയി കായിക രംഗം എന്നുള്ളതാണ്. എങ്ങനെ പെൺകുട്ടികളെയൊക്കെ വിശ്വസിച്ച് ഈ കോച്ചുമാരെന്ന് പറയുന്നവരടുത്ത് പോവും? ഈ കോച്ചുമാരെന്ന് പറയുന്നവരെ ആദ്യം ഒന്ന് പരിശോധിക്കണം. അതായിനി വേണ്ടത്. കാരണം ഇവനൊക്കെ കോച്ചിങ്ങും കൊടുക്കല്ലേ, അവർക്ക് ഈ കുട്ടിയെടുത്ത് ആക്സസ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് അങ്ങ് മുതലെടുക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷനിലുണ്ടായി, നമ്മളൊക്കെ കേട്ടു. എന്നിട്ട് പിന്നെ ഇപ്പോൾ അത് മിണ്ടുന്ന പുറത്തു വരുന്നില്ലല്ലോ ഒന്നും.
കാരണം അതൊക്കെ മൂടപ്പെട്ടു. ഇതുപോലെ മൂടിപ്പോവും. ഇതിങ്ങനെ മൂടിപ്പോകരുത്. ഇത് ഇപ്പോഴെങ്കിലും ഈ 18 വയസ്സുകാരി എങ്കിലും, ഇപ്പോൾ 18 വയസ്സ് അതിന് ആയതേ ഉള്ളൂ. ഈ 18കാരി എങ്കിലും അത് വെളിവാക്കിയ പെൺകുട്ടി അത് വെളിവാക്കിയത് വലിയ കാര്യം. അത് 13 വയസ്സ് മുതൽ അത് അനുഭവിക്കുന്ന ദുരന്തമാണിത്. അപ്പോൾ അതിനൊക്കെ ശരിയായ നടപടി വേണം, ശരിയായ അന്വേഷണം വേണം. ഈ 40 പേരുടെയും വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. ആ 40 എണ്ണത്തിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. ബാക്കി ഈ 62 പേരെന്ന് പറയുന്നത് പിന്നെ 22 പേരുണ്ട്. ആ 22 പേരെ ഇങ്ങനെ വിടരുത്. ആ അവന്മാരെയും കുറിച്ചും ശരിയായ അന്വേഷണം നടത്തി ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അന്വേഷണം വേണം. അന്വേഷണം നടത്തിയിട്ട് അതിന് ഈ പെൺകുട്ടിയെ കൊണ്ട് ഇവന്മാരെ ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചെടുത്തിട്ട് അതിന് നടപടിയെടുക്കണം, കേസെടുക്കണം. അതാ ചെയ്യേണ്ടത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഈ കോച്ചിങ് സെൻറ്റർ ഇങ്ങനെയുള്ള കോച്ചിങ്ങുകളിലൊക്കെ ഈ പെൺകുട്ടികളെയൊക്കെ നമ്മൾ പറഞ്ഞു വിടേണ്ടതായിട്ട് വരും പലപ്പോഴും. കാരണം പെൺകുട്ടികൾക്ക് ഒന്നാമത് അവർക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഒരു കോച്ചിൻ്റെ അടുത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കോച്ചാണെന്നുണ്ടെങ്കിൽ ഇതിന് കയറി വരാം. ഒരുപാട് അനന്ത സാധ്യതകളുള്ളതാണ് കേട്ടോ. ഇത് വലിയ സാധ്യതകളുള്ളതാണ്. ഒരുപാട് അവാർഡുകൾ കിട്ടും, അവസാനം നല്ല ജോലി കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇതിനോട് താല്പര്യം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കുട്ടികളെ അങ്ങ് പറഞ്ഞയച്ചിട്ടേ അനങ്ങാതിരുന്നാൽ പോരാ. ഇതിന് വരുമ്പോൾ അത് പോയി കോച്ചിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അതിനെന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം, അതായത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാവത്തിലോ അതിൻ്റെ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ചെറിയ വ്യത്യാസമെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമാർക്ക് പ്രത്യേകിച്ച് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. പെൺകുട്ടികളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഒരുപാട് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യം. എന്താണ് നീ ഇങ്ങനെ പോയപ്പോൾ സന്തോഷമായിരുന്നു, ഇപ്പം നീ വന്നപ്പോൾ നിനക്ക് സന്തോഷമില്ല, ഇതിൻ്റെ കാര്യം എന്താണ്? അല്ലാതെ തലവേദനയാണോന്ന് അങ്ങോട്ട് ചോദിക്കരുത്. അത് ഇനി തലവേദനയാണെന്ന് പറഞ്ഞങ്ങ് പോയി കിടന്നാൽ ഈ തലവേദന വരാനുള്ള കാര്യം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. അത് പലപ്പോഴും പല മാതാപിതാക്കളും ഇത് അന്വേഷിക്കത്തില്ല. അന്വേഷിക്കാതിരുന്നാൽ അവരുടെ ജീവിതം ദുരന്തമായിട്ടങ്ങ് മാറും. കാരണം ഇത് കൂടുതൽ ആളുകൾ ഈ ഉപദ്രവിക്കുന്നവനുണ്ടല്ലോ, അവൻ തന്നെ വേറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഈ എണ്ണം കൂടുന്നത്. അവൻ്റെ കൂട്ടുകാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എനിക്കും കൂടെ ഒന്ന് വേണം എന്ന് പറഞ്ഞ് അവൻ വരും. അവൻ്റെ കൂട്ടുകാരൻ ആ രീതിയിൽ ഇതങ്ങ് കൈമാറ്റം ചെയ്തപ്പെട്ട് പോവും. ഈ കുട്ടിക്ക് മിണ്ടാൻ ഒക്കത്തില്ല പലപ്പോഴും. കാരണം ഇവനൊക്കെ ഇത് ട്രാപ്പാണ്. ഇതിൻ്റെയൊക്കെ മുഴുവൻ പലപ്പോഴും വീഡിയോ ഒക്കെ എടുത്തു വെക്കും. അതൊക്കെ കാണിച്ച് ഇതിനെ ഭീഷണിപ്പെടുത്തും. ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ഇതിന്. പുറത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് പറയാൻ പറ്റുമോ? അത് ആ രീതിയിലാവും. ആ രീതിയിൽ ഈ കുട്ടി ആ രീതിയിലായി പോവും. മാനസിക സ്ഥിതി അങ്ങനെ ആയി മാറും. പിന്നെ എന്താണെന്നറിയും, ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു യഥാർത്ഥ ഒരു സിൻഡ്രോം അങ്ങ് ഡെവലപ്പ് ചെയ്യുകയാണ്. കാരണം ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോമാണത്. കാരണം ഇത് എങ്ങനെ പോയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇതിൽ നിന്ന്. എന്നാൽ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്നത് വിചാരിക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ മനസ്സങ്ങനെ ആവും. ഒരുത്തൻ വരുമ്പോൾ ഒന്ന് എതിർക്കുന്നു, അതിനെ കീഴ്പ്പെടുത്തുന്നു. അടുത്തവൻ വീണ്ടും വരുന്നു, അതിനെ എതിർക്കുന്നു, അതിനെ കീഴ്പ്പെടുത്തി പോകുന്നു. അങ്ങനെ 3-4 ആയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എതിർക്കത്തില്ല. എതിർക്കാനുള്ള ആ ബ്രെയിനിൻ്റെ ആ ശക്തി ഉണ്ടല്ലോ അതങ്ങ് നഷ്ടപ്പെടും. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഇതൊക്കെ യവന്മാർക്കൊരു വളമാണ്. അതുകൊണ്ട് യവനെയൊക്കെ ഉണ്ടല്ലോ, ഈ ഞരമ്പ് രോഗികൾ, ഈ അലവലാദികളെല്ലാം എത്രയും പെട്ടെന്ന് തൂക്കിയെടുത്തിട്ട് അവനൊക്കെ അകത്ത് പോയി സസുഖം ഗോതമ്പുണ്ട കഴിച്ച് അവിടെ കിടക്കട്ടെ തൽക്കാലം. അതാണ് നല്ലത്.